ശ്രദ്ധിക്കുക, ഫ്രാക്ഷനുകൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4/7 × 3/6 ആണ്. നമുക്ക് ഈ മുകളിലുള്ള അതായത് ന്യൂമറേറ്ററുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മുകളിൽ 4ഉം ഒരു 3യും ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 3 എന്ന് എഴുതാം. ഇവിടെ ഡിനോമിനേറ്ററിൽ 7 ഉണ്ട് 6 ഉണ്ട്, അവയെ നമുക്ക് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 6. ഓക്കെ, 4 × 3 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 12 ആണ്. ഓക്കെ, 7 × 6 എന്ന് പറയുന്ന ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അത് 42 ആണ്. അത്രയും ക്ലിയർ അല്ലേ? നമുക്ക് ഇതിനെ 6 കൊണ്ട്, അതായത് 12, 6ൻ്റെ ടേബിളിൽ 12 2 പ്രാവശ്യം വരും അല്ലേ? 2 നമുക്ക് നോക്കാം. 42ൽ 6ൻ്റെ ടേബിളിൽ 7 പ്രാവശ്യം വരും, അതായത് 7. അതായത് നമുക്ക് 2/7 എന്ന ആൻസർ കിട്ടി. ഈ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ.